ഹലോ എവ്രി വൺ, +2 കഴിഞ്ഞു. ഇനി അടുത്തത് അക്കാദമികപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കാറില്ലേ? ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററി എടുത്ത് അങ്ങനെ പോയ ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഗ്രാജുവേഷൻ ഏതെടുക്കണം, അതിന് പുറത്ത് എവിടെ നിന്ന് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ള സംശയവും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഡിഗ്രി ഏതെടുക്കുന്നു എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ് BCom എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന റിസൾട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. BCom ആണല്ലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് സാധ്യതകളൊക്കെ ഉള്ള ഒരു പഠന മേഖലയാണ് BCom എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങനെ തുടങ്ങും. പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ അവരുടെ വക ഒരുപാട് അഡ്വൈസസ് നമ്മൾ കേട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള, അതേപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു കോഴ്സാണ് BCom അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. നിങ്ങൾക്കറിയാം, ഫിനാൻസ്, എക്കണോമിക്സ്, അക്കൗണ്ടിങ് എന്നീ ഒരുപാട് പഠന മേഖലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് BCom എന്ന് പറയുന്നത്. ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ, ബാങ്കിങ് മേഖലകളിൽ വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ, പോട്ടെ ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറി ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആവണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ BComൻ്റെ പിന്നാലെ പോയേ മതിയാകും. അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്ന ഈ ഒരു കോഴ്സ് ഇന്ത്യയിലെ ഒട്ടനവധി യൂണിവേഴ്സിറ്റീസും ഒട്ടനവധി കോളേജുകളും BCom എന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഡീംഡ് ടു ബി കാറ്റഗറിയിൽ പെടുന്ന UGC വരെ അംഗീകരിച്ചിരിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട BCom കോഴ്സുകളെ കുറിച്ചാണ്. യെസ്, അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട BCom കോഴ്സുകൾ ഏതെല്ലാമാണ്, BCom കോഴ്സുകളുടെ എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, ഫീ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് ഞാൻ വരാം. ജെയിൻ യൂണിവേഴ്സിറ്റി 2 തരത്തിലുള്ള BCom ആണ് സ്റ്റുഡൻസ് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് BCom വിത്ത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, രണ്ടാമത്തേത് BCom വിത്ത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഈ രണ്ടെണ്ണം ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. കാരണം അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ 2 മേഖലകൾക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നതിൽ വളരെ ബോധവാന്മാരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അക്കൗണ്ടിങ്ങിലും ഫിനാൻസിലും നല്ല നോളേജ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയാൽ ബിസിനസ് ആൻഡ് ഓൾസോ എക്കോണമിക് സെക്ടറിൽ നല്ല രീതിയിൽ വിത്ത് കോൺഫിഡൻസ് നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ BComൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്നുള്ള കാറ്റഗറിക്ക് ഒരുപാട് റോളുണ്ട്. ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന BCom കോഴ്സുകളിൽ ഒന്നാണ് BCom വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഈ BCom വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. +2 പാസ്സായി കഴിഞ്ഞാലാണല്ലോ ഗ്രാജുവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. 10ാം ക്ലാസ് പാസ്സായാൽ നമ്മൾ ചിന്തിക്കുന്നത് +2നെ കുറിച്ചിട്ടാണ്. +2 പാസ്സായ ഒബ്വിയസ്ലി ഗ്രാജുവേഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഗ്രാജുവേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നാണെങ്കിൽ +2 പാസ്സായിരിക്കണം. +2 പാസ്സാവുക എന്ന് പറഞ്ഞാൽ NIOS ആയാലും CBSE ആയാലും ICSE ആയാലും ഈ എഡ്യൂക്കേഷണൽ ആൻഡ് ഓൾസോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ ആണ് നിങ്ങൾ +2 പാസ്സായിരിക്കുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള സർട്ടിഫൈഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൂടെയോ എഡ്യൂക്കേഷണൽ ബോർഡ്സിലൂടെയാണോ നിങ്ങൾ +2 പാസ്സായിട്ടുള്ളതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ BCom ഗ്രാജുവേഷൻ, അതായത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡ്യൂറേഷനെ കുറിച്ചിട്ടും നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3 years ആണ്. ബാക്കിയുള്ള ഗ്രാജുവേഷൻ കോഴ്സസിനെ പോലെ തന്നെ 6 സെമസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരു വർഷം നിങ്ങൾക്ക് 2 സെമസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അങ്ങനെ 6 സെമസ്റ്ററും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ്. 3 വർഷം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എത്ര ഫീസ് ആവശ്യം വരും, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പണം ഇതിനു വേണ്ടി പോകും എന്ന് ചിന്തിക്കുന്നില്ലേ? യെസ്, ഇതിനെക്കുറിച്ചിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫീ സ്ട്രക്ചറും അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കോഴ്സിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, ഈ 2 കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.